എല്ലാവർക്കും PSC എഡ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിലെ ശിലകൾ എന്ന ഭാഗമാണ്. എന്താണ് ശിലകൾ? നിത്യമായ രാസഘടനയില്ലാത്തതും രണ്ടോ അതിലധികം ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളാണ് ശിലകൾ എന്ന് പറയുന്നത്. നിത്യമായ രാസഘടനയില്ലാത്തതും രണ്ടോ അതിലധികം ധാതുക്കളുടെ മിശ്രിതവുമായ വസ്തുക്കളാണ് ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ധാതുക്കളാണ്. ഈ ധാതുക്കൾക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ സിലിക്ക, അബ്ര, ബോക്സലൈറ്റ് ഇതൊക്കെ ധാതുക്കൾക്ക് ഉദാഹരണമാണ്. ശിലകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ശിലകളെ കുറിച്ചുള്ള പഠനമാണ് പെട്രോളജി അഥവാ ശിലാശാസ്ത്രം എന്ന് പറയും. ശിലകളെ കുറിച്ചുള്ള പഠനമാണ് ശിലാശാസ്ത്രം. അതിന്റെ ഇംഗ്ലീഷാണ് പെട്രോളജി. ശിലകൾ 3 വിധത്തിലുണ്ട്: ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തര ശിലകൾ. ഇനി ഈ ശിലകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ആഗ്നേയ ശിലകൾ. എന്താണ് ആഗ്നേയ ശിലകൾ? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവ്യം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അതായത് ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്മ അല്ലെങ്കിൽ ലാവ. ഈ മാഗ്മയോ ലാവയോ ഭൂവൽക്കത്തിന്റെ വിടവുകളിലൂടെ ഉയർന്നു വന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഭൂവൽക്കത്തിന് ഉള്ളിൽ വെച്ച് തന്നെയോ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. ആഗ്നേയ ശിലകളെ പ്രാഥമിക ശിലകൾ എന്നും പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രാഥമിക ശിലകൾ എന്ന് പറയും. ആഗ്നേയ ശിലകൾക്ക് ഇത് കൂടാതെ വേറെയും പേരുകളുണ്ട്: പിതൃശില, അവസാദശില, ശിലകളുടെ മാതാവ്, അങ്ങനെയൊക്കെയുള്ള വിശേഷണങ്ങൾ ആഗ്നേയ ശിലകൾക്കുണ്ട്. ആഗ്നേയ ശിലകളുടെ വലിയൊരു പ്രത്യേകതയാണ് ഇതിൽ ഫോസിലുകളില്ല. അതേപോലെ ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടം എന്ന് അറിയപ്പെടുന്ന ശിലയാണ് ആഗ്നേയ ശില. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ്. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചു മാഗ്മ, ലാവ എന്നിവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയ ശിലകൾ. ഇത് ഭൂവൽക്കത്തിന്റെ ഏകദേശം 2/3 ഭാഗം ഏതാണ്? ആഗ്നേയ ശിലകളാണ്. ഭൂവൽക്കത്തിന്റെ ഏകദേശം 2/3 ഭാഗവും ആഗ്നേയ ശിലകളാണ്. ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ഡോളമൈറ്റ്, പെഗമൈറ്റ്, ഡെക്സ്, ഗാബ്രോ. ആഗ്നേയ ശിലകൾ 2 വിധത്തിലുണ്ട്. ഒന്നാമത്തേതാണ് ബാഹ്യജാത ശില, രണ്ടാമത്തേത് അന്തർവേദ ശില. എന്താണ് ബാഹ്യജാത ശില? ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി ലാവ തണുത്തുറിഞ്ഞുണ്ടാകുന്ന ശിലകളാണ് ബാഹ്യജാത ശിലകൾ. ബാഹ്യജാത ശിലകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിക്ക് പുറത്താണ്, ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലായി ലാവ തണുത്തുറിഞ്ഞുണ്ടാകുന്നതാണ് ബാഹ്യജാത ശില. ബാഹ്യജാത ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. അന്തർവേദ ശിലകൾ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തിനടിയിലായി മാഗ്മ തണുത്തുറിഞ്ഞുണ്ടാകുന്നതാണ് അന്തർവേദ ശിലകൾ. നമ്മൾ നേരത്തെ പഠിച്ചത് ബാഹ്യജാത ശിലകളാണ്. അവിടെ ലാവയാണ് തണുത്തുറയുന്നത്. എന്നാൽ അന്തർവേദ ശിലകളിൽ മാഗ്മയാണ്. മാഗ്മ ഭൂമിയുടെ ഉപരിതലത്തിനടിയിലായി തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകളാണ് അന്തർവേദ ശിലകൾ. ഈ അന്തർവേദ ശിലകൾക്ക് മറ്റൊരു പേരുണ്ട്, പ്ലൂട്ടോണിക് ശിലകൾ എന്നും പറയും. പ്ലൂട്ടോണിക് ശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏതാണ്? അന്തർവേദ ശിലകളാണ്. ഈ അന്തർവേദ ശിലകൾക്ക് ഉദാഹരണമാണ് ഗാബ്രോ. ഇനി ആഗ്നേയ ശിലകളുമായി ബന്ധപ്പെട്ടുള്ള 1-2 പോയിന്റ്സ് ആണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖല എവിടെയാണ്? ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖലയാണ് ഡെക്കാൻ ട്രോപ്പിക് മേഖല. എവിടെയാണ്? ഡെക്കാൻ ട്രോപ്പിക് മേഖലകളിലാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളിലാണ് ഇന്ത്യയിലെ ബസാൾട്ട് കാണപ്പെടുന്നത്. ഇന്ത്യയിൽ ബസാൾട്ട് കാണപ്പെടുന്ന മേഖല ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളാണ്. ഇനി അടുത്ത പോയിന്റാണ്, ബസാൾട്ടിന്റെ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണ് ഏതാണ്? കറുത്ത പരുത്തി മണ്ണാണെന്ത്? ബസാൾട്ടിന്റെ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണ് കറുത്ത പരുത്തി മണ്ണ്. അതായത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് ഏതാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ് കറുത്ത മണ്ണ്. അതിന്റെ മറ്റൊരു പേരാണ് റിഗർ എന്ന് അറിയപ്പെടുന്ന മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. ഈ കറുത്ത മണ്ണ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബസാൾട്ടിന്റെ അപക്ഷയം മൂലമുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഇനി അടുത്ത ശിലയാണ് അവസാദശില. എന്താണ് അവസാദശിലകൾ?
കാറ്റ്, ഒഴുക്ക് വെള്ളം, ഹിമാനികൾ, വേലിയേറ്റം, വേലിയിറക്കങ്ങൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് അവസാദ ശിലകൾ. എന്താണ്? കാറ്റ്, ഒഴുക്ക് വെള്ളം, ഹിമാനികൾ, വേലിയേറ്റം, വേലിയിറക്കം, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായി അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ശിലകൾ ഭൗമോപരിതലത്തിലെ വിവിധ അപക്ഷയ അപരാധന പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി മാറപ്പെടുന്നു. ഈ ശിലാതരികൾ വിവിധ ബാഹ്യശക്തികൾ വഹിച്ചു കൊണ്ടുപോയി നിക്ഷേപിക്കുകയും ഇവ തിങ്ങിച്ചേർന്ന് ശിലകളായി രൂപപ്പെടുകയും ചെയ്യുന്നു. ശിലകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വിവിധ അപക്ഷയ പ്രവർത്തനങ്ങൾക്ക് വിധേയമായി പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി മാറുന്നു. ഭാരവും കാഠിന്യവും കുറഞ്ഞ ശിലകളാണ് ഇത് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഈ അവസാദ ശിലകൾ എങ്ങനെയാണ്? ശിലകൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വിവിധ അപക്ഷയ അപരാധ പ്രവർത്തനങ്ങൾക്ക് വിധേയമായിട്ട് പൊട്ടിപ്പൊടിഞ്ഞ് ചെറിയ തരികളായി മാറുന്നുണ്ട്. ഈ ശിലാതരികൾ വിവിധ ബാഹ്യശക്തികൾ വഹിച്ചു കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുകയും ഇവ തിങ്ങിച്ചേർന്ന് ശിലകളായി രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രൂപപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ജലകൃത ശിലകൾ എന്നും സ്ഥിരത ശിലകൾ എന്ന പേരിലും അറിയപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പേര്? ജലകൃത ശിലകളെന്നും സ്ഥിരത ശിലകളെന്നും അറിയപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഇവ പാളികളായി രൂപം കൊണ്ടതുകൊണ്ട് അടുക്ക് ശില എന്നും അറിയപ്പെടുന്നുണ്ട്. പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകളാണ്. എന്തൊക്കെയാണ്? പെട്രോളിയം, കൽക്കരി എന്നിവ കാണപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകളാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അവസാദ ശിലകളാണ്. എന്താണ് ടില്ലൈറ്റുകൾ? ടില്ലൈറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാനികളുടെ നിക്ഷേപ ഫലമായി ഉണ്ടാകുന്ന അവസാദ ശിലയാണ് ടില്ലൈറ്റുകൾ എന്ന് പറയുന്നത്. ഇനി അവസാദ ശിലകൾ 3 തരത്തിലുണ്ട്. ഒന്നാമത്തേത് യാന്ത്രികമായും അല്ലെങ്കിൽ ബലകൃതമായും രൂപം കൊണ്ടവ. യാന്ത്രികവും ബലകൃതവുമായി രൂപം കൊണ്ടവയാണ് ആദ്യത്തേത്. അതിന് ഉദാഹരണമാണ് ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ല് എന്നിവ. രണ്ടാമത്തേതാണ് ജൈവികമായി രൂപം കൊണ്ടവ. അതിന് ഉദാഹരണമാണ് കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പുകല്ല് എന്നിവ. ജൈവികമായതിന് ഉദാഹരണമാണ് കൽക്കരി, ചോക്ക്, ചുണ്ണാമ്പുകല്ല്. മൂന്നാമത്തേതാണ് രാസപ്രവർത്തന ഫലമായി രൂപം കൊണ്ടവ. അതിന് ഉദാഹരണം ജിപ്സം, കല്ലുപ്പ്. ജിപ്സും കല്ലുപ്പും എങ്ങനെയാണ്? രാസപ്രവർത്തന ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ, കൽക്കരി എന്നിവ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ, കൽക്കരി. ഫോസിലിനെ കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. പാലിയന്റോളജി എന്ന് പറയുന്നത് ഫോസിലുകളെ കുറിച്ചുള്ള പഠനമാണ്. അടുത്തത് ശിലാതൈലം. എന്താണ് ശിലാതൈലം? ശിലാതൈലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളിയമാണ് ശിലാതൈലം എന്ന് അറിയപ്പെടുന്നത്. അടുത്തതാണ് കായാന്തരിത ശില. എന്താണ് കായാന്തരിത ശില? ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും ആഗ്നേയശിലകളുടെയോ അവസാദ ശിലകളുടെയോ അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും രാസപരമായി മാറ്റമുണ്ടായി രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിത ശില. അതായത് ഉയർന്ന മർദ്ദത്തിലും ഊഷ്മാവിലും ആഗ്നേയശിലകൾക്കോ അല്ലെങ്കിൽ അവസാദ ശിലകൾക്കോ അടിസ്ഥാന രൂപത്തിലും സ്വഭാവത്തിലും രാസപരമായ രൂപമാറ്റം ഉണ്ടായി രൂപം കൊള്ളുന്ന ശിലകളാണ് കായാന്തരിത ശില എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നൈസ്, ഷിറ്റ്സ്, മാർബിള്, രത്നങ്ങള്, വജ്രങ്ങള്, മരതകങ്ങളൊക്കെ. ഇനി അടുത്തതാണ് കായാന്തരീകരണം. എന്താണ് കായാന്തരീകരണം? ടെക്ടോണിക് പ്രക്രിയ, മാഗ്മയുമായുള്ള സമ്പർക്കം, അടിത്തട്ടിലെ ശിലകൾക്ക് മുകളിൽ നിന്നുള്ള ശക്തമായ സമ്പർക്കം എന്നിവ മൂലം കായാന്തരീകരണം സംഭവിക്കുന്നു. അതായത് ശിലകളിലെ പദാർത്ഥങ്ങൾ പുനർസംഘടനത്തിന് വിധേയമാകുന്ന പ്രക്രിയയാണ് കായാന്തരീകരണം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അത് കായാന്തരിത ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അത് കായാന്തരിത ശിലകളാണ്. പിന്നെ ശിലാചക്രം. എന്താണ് ശിലാചക്രം? പഴയ ശിലകൾ പുതിയ ശിലകളായി മാറുന്ന പ്രക്രിയയാണ് ശിലാചക്രം എന്ന് പറയുന്നത്. കായാന്തരീകരണത്തിന്റെ ഫലമായിട്ട് ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ എന്നിവ കായാന്തരിത ശിലകളായി മാറുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് ആ ശിലകൾ എന്തൊക്കെയായിട്ടാണ് മാറുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഗ്രാനൈറ്റ്.
ഗ്രാനൈറ്റ് എന്തായിട്ട് മാറുന്നു? നൈസായിട്ട് മാറുന്നു. ഗ്രാനൈറ്റ് നൈസായിട്ട് മാറുന്നു. ചുണ്ണാമ്പ് കല്ല് മാർബിളായി മാറുന്നു. ചുണ്ണാമ്പ് കല്ല് കായാന്തരിതത്തിന്റെ ഫലമായിട്ട് മാർബിളായിട്ട് മാറുന്നു. ബസാൾട്ട് ഷീറ്റ്സ് ആയിട്ട് മാറുന്നു. കളിമണ്ണ്, ഷെയിൽ എന്നിവ സ്ലേറ്റ് ആയിട്ട് മാറുന്നു. മണൽക്കല്ല് കോർട്ടിസൈറ്റ് ആയിട്ട് മാറുന്നു. കോർട്ടിസൈറ്റ് ആയിട്ട് മാറുന്ന എന്താണ്? മണൽക്കല്ലാണ്. കൽക്കരി ഗ്രാഫൈറ്റ് ആയിട്ട് മാറുന്നു. ഇനി ലാസ്റ്റിലെ ടോപ്പിക്കാണ് അപക്ഷയം. എന്താണ് അപക്ഷയം? നമ്മൾ നേരത്തെ പഠിച്ചു അപക്ഷയത്തിന്റെ ഫലമായിട്ടാണ് രൂപമാറ്റം ഉണ്ടാവുന്നതെന്നൊക്കെ. അപ്പം എന്താണ് അപക്ഷയം? ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായും ഭൗതികപരമായും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. അപക്ഷയം മൂലം ശിലകൾക്ക് രാസപരമായും ഭൗതികപരമായും മാറ്റങ്ങളുണ്ട്. ഈ അപക്ഷയം തന്നെ 3 തരത്തിലുണ്ട്. 1 ഭൗതിക അപക്ഷയം, 2 രാസിക അപക്ഷയം, 3 ജൈവിക അപക്ഷയം. ഭൗതിക അപക്ഷയം. എന്താണ് ഭൗതിക അപക്ഷയം? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും മൂലമുണ്ടാകുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്. അതായത് താപത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ധാതുക്കൾക്ക്, ശിലാധാതുക്കൾക്ക് എന്തുണ്ടാകുന്നു? വികാസവും സങ്കോചവും ഉണ്ടാകുന്നു. അതുമൂലമുണ്ടാകുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്. വികാസവും സങ്കോചവും ശിലകൾക്ക് സംഭവിക്കുന്നതിന് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നു. ശൈത്യമേഖലകളിലെ പാറകളിലെ വിള്ളലുകളിലുള്ളിൽ ജലം തണുത്തുറഞ്ഞ് ശിലകൾ പൊട്ടിപ്പൊടിഞ്ഞുണ്ടാകുന്ന അപക്ഷയമാണ് ഭൗതിക അപക്ഷയത്തിന് ഉദാഹരണമാണിത്. ശൈത്യമേഖലകളിലെ പാറകളിലെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറഞ്ഞ് ശിലകൾ എന്താകുന്നു? പൊട്ടിപ്പൊടിഞ്ഞുണ്ടാകുന്ന അപക്ഷയം. ഇനി അടുത്തത് രാസിക അപക്ഷയം. രാസി അപക്ഷയം എന്താണ്? ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ശിലകളിലെ രാസപരമായ വിഘടനം സംഭവിക്കുന്നു. അതായത് കാർബൺ ഡയോക്സൈഡ്, ഓക്സിജന്, ജലം ഇവയൊക്കെ എന്താണ്? ശിലകളിലുള്ള ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. ആ രാസപ്രവർത്തനം ഏർപ്പെടുമ്പോൾ ശിലകളിൽ രാസപരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അപക്ഷയമാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത്. ജൈവ അപക്ഷയം. എന്താണ് ജൈവ അപക്ഷയം? സസ്യങ്ങളുടെ വേരുകൾ ശിലകളുടെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണവുമൊക്കെ കാരണം ഉണ്ടാകുന്ന അപക്ഷയമാണ് ജൈവ അപക്ഷയം എന്ന് പറയുന്നത്. ജൈവ അപക്ഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്യങ്ങളുടെ വേരുകൾ ശിലകളുടെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും പിന്നെ സസ്യജന്തുക്കളുടെ അവശിഷ്ടങ്ങളൊക്കെ അവയ്ക്ക് ജീർണിച്ചു ഉണ്ടാകുന്ന അപക്ഷയമാണ് ജൈവ അപക്ഷയം എന്ന് പറയുന്നത്. അപ്പം ശിലകൾ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ നോട്ട് ഞാൻ താഴെ ലിങ്കിൽ കൊടുക്കുന്നതായിരിക്കും PDF ആയിട്ട്. അപ്പോൾ അത് ഇപ്പം തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് വായിക്കുക. ഒരു 2 പ്രാവശ്യം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് കഴിയും. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം.